ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നെ കണ്ട് പേടിക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ തിരുവനന്തപുരം വന്നിട്ട് ഒരു സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് ഞാൻ പുറത്ത് പോവുകയാണ്. ഞാൻ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ മെടഞ്ഞിടും. പക്ഷേ ഇന്ന് എൻ്റെ അമ്മയാണ് കേട്ടോ മെടഞ്ഞു തന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ മെടഞ്ഞു തന്നപ്പോൾ. മുടിയൊക്കെ ഉള്ളുള്ളത് പോലെ തോന്നിച്ചു. സാധാരണ എനിക്ക് ഇത്ര ഉള്ളൊന്നുമില്ല, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് വരാം. ഞാൻ നേരെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. എൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നടക്കുന്നത്. ഹസ്ബൻഡ് ബർത്ത്ഡേ ടീഷർട്ടൊക്കെ എടുത്ത് ടീഷർട്ടല്ല ഷർട്ട് ഇട്ടുകൊണ്ട് ആളും ഇറങ്ങിയിട്ടുണ്ട്. ഫയലും പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് നമ്മുടെ ബസ് കാത്തിരിക്കേണ്ട സ്ഥലം. നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്താറായി. ഈ കാണുന്നതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. അപ്പോൾ ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്ന് പ്രൈവറ്റ് ബസ് ബന്ധും കൂടെയാണ് കേട്ടോ. ഞാൻ നേരെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യത്തെ കെ എസ് ആർ ടി സി എക്സ്പീരിയൻസ്. കുറേ ആയില്ലേ ബസ്സിലൊക്കെ കയറിയിട്ട്. നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സമാധാനത്തോടെ ഇരിക്കാം. പിന്നെ ട്രിവാൻഡ്രത്ത് എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പം മഴയെന്ന് കേൾക്കുന്നു, എന്നാലും നല്ല ചൂടുണ്ട് ട്രിവാൻഡ്രത്ത്. അത് എന്താണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുണ്ടോ എന്നെനിക്കറിയില്ല. ട്രിവാൻഡ്രത്ത് നല്ല ചൂടുണ്ട്. മഴ പെയ്താലും നല്ല ചൂടുണ്ട്. എനിക്കറിയില്ല. ബട്ട് കെ എസ് ആർ ടി സി എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ബാംഗ്ലൂരിലെ BMTCനെക്കാട്ടി എന്തുകൊണ്ടും ബെറ്റർ കെ എസ് ആർ ടി സി ആണ് എന്ന് എനിക്ക് തോന്നിപ്പോവും. അപ്പം നമ്മൾ ഇപ്പോൾ ഒരാവശ്യത്തിനായിട്ട് പോവുകയാണ്. കുറച്ച് ബാങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അതിൻ്റെയൊക്കെ ഞാൻ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകുന്നതിൻ്റെ ഇടയ്ക്ക് കുറേ സ്ഥലത്ത് വെച്ചിട്ട് എനിക്ക് നൊസ്റ്റു അടിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടെ ഞാനിവിടെ ഉൾപ്പെടുത്തുന്നുണ്ട്. കുറേ സ്ഥലമെന്നൊക്കെ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, തിരുവനന്തപുരംകാർക്കൊക്കെ അറിയാം, നമ്മളെ പാളയം, ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേട്ടന് ഓരോ സ്ഥലം കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ സ്ഥലമൊന്നും അറിഞ്ഞൂടാ. കണ്ടോ എന്ത് മാറ്റം നമ്മൾ ട്രിവാൻഡ്രത്ത് വന്നത്. പെട്ടെന്ന് ടെക്നോളജീസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിത് കാണുമ്പോൾ കുറച്ചുകൂടെ സ്ഥലം മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കേട്ടോ. ഈ കാണുന്നത് എനിക്ക് തോന്നുന്നു മ്യൂസിയം ഭാഗം ആണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഇപ്പോഴും പോലും കണ്ടിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇത് നമ്മളെ പാളയം. ദേ കാണുന്നു നമ്മുടെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം. ഭയങ്കര നൊസ്റ്റുവാണ്. പണ്ട് കോളേജിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇവിടുന്ന് ബസ് കയറിയിട്ട് പോവും. എന്ത് ബിസിയല്ലേ ഇപ്പോൾ ഇവിടെ. ചേട്ടൻ പിന്നെ റാപ്പിഡോ ബുക്ക് ചെയ്യാനുള്ളൊരു വെയിറ്റിങ്ങിലാണ്. കാരണം നമുക്ക് അങ്ങോട്ട് ബസ് കിട്ടില്ല, എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ, അതാണ് സംഭവം. കണ്ടോ എന്തുമാത്രം കെ എസ് ആർ ടി സി ബസ്സാണ്. ഞാൻ ആലോചിക്കും പണ്ടൊന്നും ബസ് ഇത്രയും ഇല്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അറിയില്ല, ഇനി എൻ്റെ തോന്നലാണോ എന്ന് പറഞ്ഞൂടാ. ദേ യൂണിവേഴ്സിറ്റി കോളേജ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ആർട്സ് വിഭാഗത്തിൽപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ഫൈൻ ആർട്സിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിവിടെ പൂട്ടിയിട്ടിങ്ങനെ കണ്ടു, അറിയില്ല. ശേഷം നമ്മൾ റാപ്പിഡോ ഓട്ടോയ്ക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. കുറച്ച് ചിലപ്പോൾ ദേ പോണ ചേട്ടൻ്റെ ഓട്ടോ, പിന്നെ അത് പിടിക്കാനായി. കെ എസ് ആർ ടി സി ബസ് കണ്ടോ, എന്തൊക്കെ കളറ് വ്യത്യാസങ്ങളെന്നൊക്കെ കണ്ടപ്പോൾ കുറേ കളർഫുള്ളൊക്കെ ആയി കെ എസ് ആർ ടി സി ബസ്സൊക്കെ. ബസ് കണ്ട് നമുക്ക് കയറാൻ തോന്നും. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നേരത്തെ കാണാൻ പറ്റാത്തവർക്ക് ഒരു കാഴ്ചയും കൂടെ കാണിച്ചു തരാം. നമ്മുടെ സ്വന്തം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം. സ്പോർട്സിനൊക്കെ പോകുന്നവർക്കൊരു ഡ്രീം പ്ലേസ് ആയിരിക്കും ഇത്. പിന്നെ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത്, ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ ഇത് സുലഭമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകളായിരിക്കും. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലുള്ളവരും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഔട്ടായിട്ടുള്ളവർക്കൊക്കെ ഇതൊന്നും കാണാൻ ഇപ്പോൾ ഒന്നും അല്ല. അപ്പോൾ അവർക്കൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ സ്ഥലം എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, നമ്മളെ സ്വന്തം PMG, ട്രിവാൻഡ്രംകാരുടെ സ്വന്തം PMG. സോ ഇവിടെയാണ് നമ്മളെ മസ്കറ്റ് ഹോട്ടലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെയും എല്ലാ സ്ഥലങ്ങളും ഇവിടെ തന്നെയാണ്. പിന്നെ എനിക്ക് പേഴ്സണലി PMG ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്നുണ്ട്. പിന്നെന്ത് പറയാനാ, നല്ല ചൂടാട്ടോ ട്രിവാൻഡ്രം. അയ്യോ, ചൂടെടുത്ത് നമ്മളൊരു വഴിയാവും. അത് മാത്രമല്ല, ഈ വെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ മഴയില്ല. ഞാൻ വന്നതിന് ശേഷം വളരെ കുറവായിട്ട് ഇവിടെ മഴ കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എനിക്കിവിടെ മഴ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്നതിന് ശേഷം നല്ല ചൂടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. എനിക്കിവിടെ ചൂടെടുത്ത് ഞാൻ ഒരു പരുവമായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ കാണുന്നത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയിലുള്ള രാജകൊട്ടാരത്തിൻ്റെ ഒരു ഭാഗങ്ങളാണ് കേട്ടോ. അതായത് നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
കുറേ പേര് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ക്ഷീണിച്ചതിന് ശേഷം നമ്മളൊരു ഷോപ്പിൽ കയറി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ ഷോപ്പ്. പേര് മറന്നുപോയി. ഇതാണ് കേട്ടോ അവിടുത്തെ പപ്സ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവിടുത്തെ പപ്സ്. ഇത്രയും നല്ല ലൈം ജ്യൂസും ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ പപ്സിലെ ചിക്കനും ഉണ്ടായിരുന്നു, മുട്ടയുണ്ടായിരുന്നു. പെട്ടെന്ന് തീർത്തു. പിന്നെ അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം നമ്മൾ പാക്ക് ചെയ്തു. വീട്ടിൽ പോയി ചായ കുടിക്കുമ്പോൾ എടുക്കാമെന്ന് കരുതി. ഇത്രയും നല്ല ഷോപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷോപ്പ് വന്നിട്ട് നമ്മുടെ തമ്പാനൂർ ഭാഗത്തുള്ളൊരു ഷോപ്പാണ്. നല്ലൊരു ചേട്ടനാണ്. അവർ മലപ്പുറം ഡിഷും കോഴിക്കോട് ഡിഷൊക്കെ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ ഷോപ്പ്. നമ്മുടെ തമ്പാനൂർ ഭാഗത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് കേട്ടോ ഡിഷ്. ഈ ഒരു സ്നാക്കിൻ്റെ പേര് വന്നിട്ട് കിളിക്കൂട്. കിളിക്കൂട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം പറയാൻ ആദ്യമേ വരുന്നുണ്ട്. ഞാൻ ഇത് കഴിച്ച വീഡിയോ ഇടാൻ വിട്ടുപോയി. എന്നോട് ക്ഷമിക്കണം. ഞാൻ ആദ്യം അത് കഴിച്ച് തീർത്തതിന് ശേഷമാണ് ചായ കുടിച്ചത്. കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഹസ്ബൻഡായിട്ട് ഓരോ കളിയും ചിരിയും പറഞ്ഞുകൊണ്ടിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.